Hello guys, this is me, your doctor actor vlogger, and welcome to my YouTube channel. അപ്പോൾ എല്ലാ വട്ടം പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ബിഗ് ബോസ് റിവ്യൂയിലേക്ക് കിടക്കാം. ആൻഡ് ഫുള്ളൊരു ആംബിയൻസ് ഒക്കെ ഫുള്ള് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കാരണത്തല്ല ഇന്ന് റിവ്യൂ പറയുന്നത്, നമ്മൾ പ്രകൃതിയോട് ഇഴുകിച്ചേർന്നാണ്. പെട്രോളിനൊക്കെ എന്താ വില. അപ്പോൾ ഞങ്ങൾ ഒരു നല്ലൊരു സ്പോട്ടിൽ വന്നിട്ട് അപ്പോൾ ജസ്റ്റ് അവിടെ ഇരുന്നപ്പോൾ റിവ്യൂ എന്നാൽ ഇവിടെ വെച്ച് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്പോട്ടൊക്കെ കാണിച്ചതാണ്, കോട്ടയത്താണ്. സോ നമുക്കെന്താണ് ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് അതിന് ലാഘടിപ്പിക്കാതെ കിടക്കാം. സോ 1 വീക്ക് കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. ബിഗ് ബോസിനെ കുറിച്ച് കുറേ കുറേ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ടൈറ്റിൽ വിന്നറായ അഖിൽ മാരാർ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ച്. അതും ബിഗ് ബോസ് ഹൗസിലുള്ള ഫുൾ ക്രൂവിനെയോ മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ തലവനെയോ അല്ല, അവരൊന്നും അല്ല പറയുന്നത്. അവരുള്ള 2 പേരാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം അതിൽ വരുന്ന പെൺകുട്ടികളെ വേറെ പല കാര്യങ്ങൾക്കായിട്ട് അവരുടെ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നു, എന്നാലേ അതിലൊരു ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ വന്ന മിക്ക കുട്ടികളും അങ്ങനെ ആയിരുന്നു. ഇവരുടെ സമ്മർദ്ദത്തിന് മൂലം അങ്ങനെ ആവേണ്ടി വന്നു എന്നൊക്കെയാണ് അഖിൽമാരാർ പറയുന്നത്. ഇതിലെത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ബട്ട് അതങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞ അഖിൽമാരാറിന് അതുകൊണ്ട് ഒരു അപ്രീതി അല്ലാതെ പ്രീതി എവിടെ നിന്നും കിട്ടുന്ന ചാൻസ് ഇല്ല എന്ന ഒരു ബോധമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം അത് തുറന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ, അതും ഇത്രയും വലിയൊരു ചാനലിൽ ഇരിക്കുന്നവർ വെറുപ്പിച്ച് ഒരു പ്രീതി ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ളൊരു ബോധം ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് യൂഷ്വലായിട്ട് പുള്ളി എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയോ ഒരു കഴമ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 2 പേരെ പേര് അദ്ദേഹം എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല എന്ന് പറയുന്ന അതും എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേര് വെളിപ്പെടുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ എല്ലാവർക്കും അഖിൽമാരുടെ ആറ്റിറ്റ്യൂഡ് ആവണമെന്നില്ല. ഇപ്പൊ ഇതേപോലെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ഒരുപാടുണ്ട്. അത് എല്ലാവരും ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണമെന്നില്ല. അഖിൽമാരാര് പറയുന്നത് പോലെ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു അവരെങ്കിൽ, ഈ 2 പേരായിരുന്നു എങ്കിൽ ഇവർ പണ്ടേക്ക് വേണ്ടത് ജനങ്ങളോട് വിളിച്ച് പറയുമായിരുന്നു. അവരിത് അഖിലിന്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം പുള്ളിക്കാരൻ ഒരു സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അപ്പൊ പുള്ളിക്ക് ഒരിക്കലും അവരുടെ അനുവാദം ഇല്ലാതെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയമാകുമ്പോൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും പെൺകുട്ടികളായിരിക്കണമല്ലോ. അല്ലാതെ ഒരിക്കലും പുള്ളിക്ക് ഇത് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. പെൺകുട്ടികളായതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ പേരുകൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ പെൺകുട്ടികളുടെ പേരല്ല, മറ്റേ ആ 2 പേരുടെ പേര് ക്രൂവിലുള്ള 2 ആര് ചെയ്തു എന്നുള്ളതല്ലേ, ആര് ചെയ്തു എന്നുള്ളതാണ്. ആര് പെൺകുട്ടികളുടെ പേര് ഒരിക്കലും വെളിപ്പെടുത്താൻ ഞാനും അതല്ല. ആരാണ് മെസ്സേജ് അയച്ചത്, പുള്ളി അതിന് പേര് മാറ്റി കാണിച്ചു അതല്ല ചെയ്ത ആൾക്കാരുടെ പേര്, ചെയ്ത ആൾക്കാരുടെ പേരാണ്. അപ്പൊ ചെയ്ത ആൾക്കാരുടെ പേര് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ മെസ്സേജ് അയച്ച കുട്ടികളുടെ ഉൾപ്പെടെയുള്ള പേര് വെളിപ്പെടേണ്ടി പുറത്ത് വരേണ്ടി വരുന്നാലോ എന്നൊരു പേടി ഇപ്പൊ തന്നെ വേണ്ടി വരില്ല. അതിനുള്ള മേ ബി ആ കുട്ടിയോട് ചോദിച്ച് പെർമിഷനൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരിക്കണം. പുള്ളി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി അത് ക്ലിയർ ആക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പേഴ്സണലി എനിക്കുണ്ട് പുള്ളി പറയുന്ന കാര്യത്തില്. കാരണം ഈ ഇത്രയും ബിഗ് ബോസ് സീസണകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീസൺ 1 നല്ലതായിരുന്നു. പ്ലെയർ ആണ്, ഹ്യൂമൻ ബീങ് ആണ് അഖിൽമാരാർ. ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത്രമാത്രം ഉറപ്പുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾക്ക് കയറി ഇടപെടാറുള്ളൂ എന്ന് ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ വിശ്വാസം ഇതിലും ഉണ്ട്. ആ വിശ്വാസം രക്ഷിക്കട്ടെ. തന്നെ പുള്ളിക്കാരനെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കും അവരാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അഖിൽമാരാര് ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അത് യൂസ് ചെയ്ത് ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആൾക്കാരുണ്ട്. അതിൽ റിയാക്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ്. ചിലര് റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിനൊരു പേടിയുണ്ട്. അത് എന്തിനാണെന്നറിയില്ല. എനിവേ, റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല തോന്നുന്നത്. ഇതെന്തോ തെറ്റിത്തുറന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ദേഷ്യത്തിനുള്ളൊരു മറുപടി പോലെയാണ് എനിക്ക് പലരുടെയും മറുപടി തോന്നിയത്. അത് പോട്ടെ, നമ്മളിപ്പോ അതല്ലോ. ഏറ്റവും പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്നോട് ചോദിക്കുക. പുള്ളി ഇതിന് മുന്നേ മറ്റേ മുഖ്യമന്ത്രിയുടെ വിഷയത്തിലായിരുന്നു തോന്നുന്നു, അത് റോബിന്റെ വിഷയത്തിലാണോ ഏതോ ഒരു വിഷയത്തിലും പുള്ളി ഇതുപോലെ തന്നെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അതിനുള്ള മറുപടി ഞാൻ തരും. ആ ധൈര്യം കാണിച്ച് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരാൾ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൽ ഉറപ്പുണ്ടായിട്ടാ. പുള്ളിക്ക് പറയാനുള്ള ഉത്തരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി അങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ പറഞ്ഞ പേഴ്സണലി അഖിൽമാരാരെ പോലെ ഒരു മനുഷ്യനെ
എന്നെ രസമായിരുന്നു സീസൺ 5. ഇപ്പൊ സീസൺ പോലെയാണോ? അതെ, സീസൺ 5ന്റെ കഥകളുണ്ട്. നമുക്ക് സീസൺ 6ലേക്ക് കിടക്കാം. സോ സീസൺ 6ലെ ഈ വീക്ക് വളരെ 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 അടിപൊളിയായിട്ടുള്ള ഒരു വീക്കായിരുന്നു. പ്രത്യേകിച്ച് അടിപൊളി വീക്കായിരുന്നു. എല്ലാരും നെഞ്ചത്ത് കയറിക്കൊണ്ടിരുന്ന ജബ്രിയൊക്കെ ജായും ബ്രിയും ഒക്കെ രണ്ട് സൈഡിലേക്കായ ഒരു വീക്ക്. ഗബ്രി പോയത് നല്ല പ്ലെയർ ആയിരുന്നു കേട്ടോ. നല്ല കളിക്കാൻ അവിടെ നല്ല ഗെയിംസ് ഒക്കെ നല്ല കോൺസെൻട്രേഷനോട് ഈ വീക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പവർ ഹൗസിൽ നിന്ന് 2 പേരെ ഇറങ്ങണം. അവിടെ നിന്നാണ് ഗബ്രിയുടെ അതപ്പതനം തുടങ്ങുന്നത്. പവർ ഹൗസിൽ നിന്ന് 2 പേരെ ഇറക്കി പകരം പുതിയ 2 പേര് കയറണം എന്ന് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുമ്പോഴത്തേക്കും ആര് 2 പേര് ഇറങ്ങും എന്ന് പറയുമ്പോൾ ഗബ്രി സ്വമേധയാ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഗബ്രി ഇറങ്ങുന്നു, ഋഷി ഇറങ്ങുന്നു, ശരണ്യയും ശ്രീരേഖയും അവിടെ തന്നെ നിന്നുകൊണ്ട് ആമ്പിള്ള 2 പേര് ഇറങ്ങി. സോ ഇവർ 2 പേര് ഇറങ്ങിയപ്പോ എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് ലാലേട്ടനടക്കം ചോദിക്കുമ്പോൾ പറഞ്ഞ ഗബ്രി പറഞ്ഞ മെയിൻ സാധനം ആൾക്കാരെങ്ങനെയാണ് ഞാൻ ഇത്രയും നാളും സേഫ് ആയിട്ടാണ് നിന്നത്. പ്രേക്ഷകരുടെ പൾസ് അറിയാൻ വേണ്ടി ഇറങ്ങിയതാ. പക്ഷെ പ്രേക്ഷകരുടെ പൾസ് അത് വേറൊന്നുമല്ല. ഓൾറെഡി ഒരു ഗബ്രിക്ക് ചാൻസസ് ഉണ്ടായിരുന്നു. നല്ല പ്ലെയർ ആയിരുന്നു. ഒരു മാറ്റം അവിടെ നിന്ന് ഉണ്ടാക്കായിരുന്നു. പക്ഷെ പുള്ളിയും അല്ലെങ്കിൽ പുള്ളിയുടെ കൂട്ടുകെട്ടായിരുന്നു എന്ന് വേണ്ടി വേണമെങ്കിൽ പറയാം. അതിലിപ്പോ ഞാൻ ഇത്ര പറയൂ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇസ് എ റിയൽ ഗെയിമർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ല, ജാസ്മിൻ ഈസ് എ റിയൽ ഗെയിമർ. അത് നമുക്കറിയാം. ജാസ്മിൻ ഒരു നല്ല ഗെയിമർ ആണെന്ന് നമുക്ക് പറയാം. ഒരു നല്ല ഗെയിമർ, അഖിൽമാരാരെ പോലെ നല്ല അതാ പറഞ്ഞ. അതിപ്പോ 2 രീതിയിലും കളിക്കാം. നമുക്കിപ്പോ 2 രീതിയിൽ ഒരു കളി ജയിക്കാമല്ലോ. നെറുകെട്ടും ജയിക്കാം, നെറുകെട്ട് നാണം കെട്ടും ജയിക്കാം. അതാ പറഞ്ഞ. അതാ ഫസ്റ്റ് വീക്ക് തൊട്ട് നെറുകെട്ട് ജാസ്മിൻ ഇല്ലാത്ത ഫസ്റ്റ് എവിക്ഷനാ ഈ വീക്കിലെ. ഋഷി ക്യാപ്റ്റനായി ഈ വീക്കിലെ ജാസ്മിൻ ഇല്ലാത്ത ഫസ്റ്റ് നമുക്ക് എവിക്ഷന് വന്നിട്ട് നെറുകേട് മാത്രം കളിക്കുന്ന ജാസ്മിൻ എന്തേ നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അതിലെ നന്മ കാണാനും ഗെയിം കളിക്കുന്ന നെറുകേടിലെ നന്മ കാണാൻ ചില ജാസ്മിൻ ഫാൻസിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ ജാസ്മിൻ ഫാനല്ല. എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. ഞാൻ ജാസ്മിന്റെ ഫാനൊന്നുമല്ല. കപ്പ് നോക്കുന്ന സിജോയാണ്. സിജോയ്ക്കുള്ളതാണ്. പക്ഷെ എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. സിജോ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ജാസ്മിനെയാണ്. ഗൈസ്, അപ്പൊ നമ്മളെ ജാസ്മിന്റെ കാര്യം. അപ്പൊ ഈ ജാസ്മിൻ നല്ല ഗെയിമറാണ്, അടിപൊളി ഗെയിമറാണ്. പുള്ളിക്കാരത്തിന് ഇത്ര നാളും ഉണ്ടായിരുന്ന ഗെയിമാണ് ഇന്നിപ്പോ പുറത്തേക്ക് പോയത്. ഇനി പുള്ളിക്കാരത്തി അടുത്ത ഗെയിം ഉണ്ടാക്കണം. അതിന് പുള്ളിക്കാരത്തിയുടെ അതിന് നാവുണ്ടെന്നാണ് പറയുന്നത്. പുള്ളി നാവുകൊണ്ട് ഇനിയിപ്പോ ഗെയിം ഉണ്ടാക്കും. ഇനി കണ്ടോ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ജാസ്മിനെ നെഗറ്റീവ് പറയാൻ നിങ്ങൾക്കൊന്നും കിട്ടുകയില്ല. ഇല്ല, ജാസ്മിൻ പറയാൻ പോണത് ചെയ്യാൻ പോണത് നിങ്ങൾ കണ്ടു. ഈ സമയം വരെ ഒരു മനുഷ്യൻ തകർന്നിരിക്കുമ്പോ അവിടെ ഊതി കത്തിച്ചൂടെ കൊടുക്കും. അയ്യോ, ജാസ്മിൻ തകർന്നിരിക്കുകയാണ്. ജാസ്മിൻ എന്താ ഗബ്രി ചേട്ടൻ പോയതുകൊണ്ട് ജാസ്മിൻ അടപടലം തകർന്നിരിക്കുക. മറ്റേ ചാരത്തിൽ നിന്നും പറന്നുയരുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ആ ഹൃദയം ചിറകടിച്ച് തീക്കനല് പോലെ പൊങ്ങി വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ തന്നെയാണ് ജാസ്മിൻ എത്ര ആ ഫീനിക്സ് പക്ഷി ഇടയ്ക്ക് പൊങ്ങി വരുമ്പോ എനിക്ക് ജാസ്മിന്റെ ഫാൻ ആവണമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ലൈഫിൽ എത്ര വലിയ താഴ്ച ഉണ്ടായാലും ജാസ്മിൻ തിരിച്ചതിൽ നിന്ന് കേറി വരും. അതിനൊരു ഗട്ട്സ് അവക്കുണ്ട്. അല്ല, കേറി വരണം. എല്ലാരെ കൊണ്ടും പറ്റും. എല്ലാരെയും കൊണ്ടും പറ്റും. അവനവന്റെ ജീവിതത്തിൽ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വെച്ചാൽ അത് തന്നെ വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർ കുറച്ച് നേരം, അധികം നേരം, കുറച്ച് ഇമോഷണലി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ ജാസ്മിൻ വിഷയം നമ്മൾ അധികം കുറച്ച് ഇമോഷണലി അൺസ്റ്റേബിൾ ആയ ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എന്ന് കരുതി ഞാനിപ്പോ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാനിപ്പോ ഇത്ര തകർന്നു പോയപ്പോ എണീറ്റ് വരാൻ കുറെ സമയം എടുത്തുന്നിരിക്കും. ശരിയാണ് എന്ന് കരുതി അവിടെ ചെന്നിട്ട് നെറുകെട്ട് നാണംകെട്ട കളി കളിച്ച് ഇത്ര നാളെ നിന്നു. ഇനി നിൽക്കാൻ പോകുന്നത് എന്ത് വാക്ചാതുര്യത്തിന്റെ പേരിലോ എന്ത് കോൺസെൻട്രേഷൻ മൈൻഡ് ഗെയിമിന്റെ പേരിലാണെന്ന് നമുക്ക് കണ്ടിട്ട് ഡയലോഗ് ഇടുന്നതിനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതിനുള്ള കഴിവുണ്ട്. അപ്പൊ നമുക്ക് ജാസ്മിന്റെ കളി കാണാം. അത് വിട്ടു, ആ കേസ് വിട്ടു. അത് ഗൈസ്, ജാസ്മിന്റെ അടുത്ത് നിങ്ങൾ തലയേറ്റി വെക്കരുത് ഒരിക്കലും. ജാസ്മിൻ ഫാൻസിന് കൊണ്ട് ശരി, ജാസ്മിൻ ഫാനെങ്കിൽ ജാസ്മിൻ ഫാൻ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് കപ്പ് സിജോയ്ക്കുള്ളതാണെങ്കിൽ
ടോപ്പ് 5 ഇപ്പൊ ഞാൻ പറഞ്ഞത് ടോപ്പ് 3 ജാസ്മിൻ ഉണ്ടാവും. ടോപ്പ് 3 ഞാൻ ഇപ്പൊ തിരുത്തി പറയുന്ന കാര്യം ഗബ്രി പോയതുകൊണ്ട് ടോപ്പ് 3 ആണെങ്കിലും ടോപ്പ് 5 ആണെങ്കിലും അർഹതപ്പെട്ടവരെ അവിടെ നിൽക്കത്തുള്ളൂ. അതിനകത്ത് ഒരാള് അർഹതപ്പെട്ടവര് ആര് പോയാലും ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യണം. അത് അൻസിബ പോയാലും, ഋഷി പോയാലും, അർജുൻ പോയാലും, നന്ദന പോയാലും, ജാസ്മിൻ പോയാലും, ക്രിട്ടിസൈസ് ചെയ്യണം. ജാസ്മിൻ പോയാലും ഈ ആഴ്ച നന്ദന പോവൂല, ജിൻഡോ പോവൂല, മറ്റേ ഇവള് പോവൂല, അൻസിബ പോവൂല, ജിൻഡോ പോവൂല, അൻസിബ ഇപ്പൊ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്രാവശ്യം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സായി ആൻഡ് നന്ദന വന്നതാണ് നമ്മുടെ പവർ ഹൗസ്. ശരിക്കും നമ്മൾ നന്ദന വന്നപ്പോ നമ്മൾ ഭയങ്കര ഓവറാന്ന് വിചാരിച്ചു. പക്ഷെ ആ കുട്ടി എത്ര ഓവറാണെങ്കിലും എത്ര അതുകൊണ്ട് തന്നെ അത് പവർ ഹൗസിൽ കയറി അത് നല്ല രീതിക്ക് തന്നെ വർത്താനം പറയണ്ട, നല്ല രീതിയിൽ സംസാരിക്കണ്ടായിരുന്നു. അത് സംസാരിക്കുന്നുണ്ട്, അത് നന്നായിട്ട് ഗെയിംസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരാളുടെ അടുത്ത് ഒരു പേഴ്സണൽ വെച്ചത് കൊണ്ട് തന്നെയാണ് പവർ ഹൗസിൽ കയറാനായിട്ട് പറഞ്ഞിരുന്ന ടാസ്ക് എന്ന് പറയുന്നത് തർക്കിച്ച് തോപ്പിക്കുക എന്നുള്ളതായിരുന്നു. സിജോ അവിടെ തർക്കിച്ചിട്ടില്ല. സിജോയ്ക്ക് തർക്കിക്കാൻ അറിയില്ല. സിജോയ്ക്ക് തർക്കിക്കാനുള്ള പോയിന്റ് ഉണ്ടായിരുന്നു. സിജോ തർക്കിച്ച് നിന്നതാണ്. അവൻ പോയി തന്നെയാണ്. എന്റെ മിസ്റ്റേക്കാ. സിജോയ്ക്ക് തർക്കിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സിജോയ് തർക്കിക്കുകയും ചെയ്തു, പക്ഷെ തോറ്റുപോയി. സാരമില്ല, നമ്മളെന്തായാലും നന്ദന കയറിയല്ലോ. മൈൻഡ് കൊണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്ക് നിന്നോട് പുച്ഛം മാത്രമേ ഉള്ളൂ. നീ മറ്റേ സ്ട്രെയിറ്റ് ആയിട്ട് ആരാണോ തിരിച്ചു പറയുന്നത് അവര് പ്രതികരിച്ച് അവരായിരിക്കും ടോപ്പ് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. സീരിയസ്ലി ഞാൻ പറയുന്നത് സിജോയുടെ അത്രയും അവിടെ ഓരോരുത്തരെ മനസ്സിലാക്കാനും സ്ട്രാറ്റജി മനസ്സിലാക്കാനും അടുത്തത് അവരെന്ത് ചെയ്യും, ജനങ്ങൾ എന്താണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അവരിനി ആര് ഔട്ടാകുന്ന കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ആ കൂട്ടത്തില് സിജോയ്ക്ക് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ സീരിയസ്ലി ജനങ്ങളുടെ എനിക്ക് ദാഹിക്കുന്നുണ്ട്, അത് പുള്ളിക്ക് പറ്റുമോ? ഇനി നിന്റെ മറുപടി കേട്ടോ, നീ ഊഹിച്ചോ, എനിക്ക് എന്റെ മറുപടി തന്നെ. ഗൈസ്, ഇപ്പോ ഏറ്റവും കൂടുതൽ താപനില കൂടുതലുള്ളത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലാണ്. കാരണം ഓൾറെഡി ചൂടാ. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ സിജോയ്ക്ക് മറ്റേ കാട്ടുതീയായിട്ട് സിജോ നിന്ന് കണ്ടി അതിനെ വഴി ഓടുവാന്നാ കേൾക്കുന്നത്. ഈ കാട്ടുതീ പടർന്നിട്ട് ഇപ്പൊ അവിടെ വേറെ ടാക്ടിക്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. പറയുന്നതിന് നീ ഉണ്ടല്ലോ, നീ പറയുന്നതിന് നീ സങ്കടപ്പെടും മോനെ. സിജോ കപ്പെടുക്കുന്ന അന്ന് ഇവൻ ഇട്ടില്ലേലും ഇവന്റെ പേജിൽ ഞാൻ ഇടുന്നു. കപ്പെടുക്കുമ്പോഴേ ലാലേട്ടൻ കൈ പിടിക്കല്. അന്നേരം കാട്ടുതീയാണെങ്കിൽ എന്ത് ചെയ്യും? പൊള്ളുമ്പോ മനസ്സിലായിക്കോളും കേട്ടോ. ഇല്ലടാ, ഇല്ല, നന്ദന കപ്പെടുക്കുമ്പോ അനന്താണ് ഫ്രണ്ട് കൈയടിക്കാറില്ല. എന്തൊക്കെയായാലും ഒരു മച്ചൻ വന്നിരുന്ന് അടിക്കുന്നത്. ഞാനിപ്പോ കാട്ടുതീയാണ്. ഈ കാട്ടുതീയാണ് അതിന് ഞാൻ എന്താ ചെയ്യണം? സിജോ സത്യം പറയാൻ പറ്റും ജിൻഡോനെ ജിൻഡോയ്ക്ക് അങ്ങനെ ഒരു ഗെയിം പ്ലാൻ ഒന്നുമില്ല. പക്ഷെ സിജോ പറഞ്ഞാൽ ജിൻഡോ ചോദിക്കും, നീ ഇപ്പൊ കാട്ടുതീയാന്നൊക്കെ പറയണ. ഞാനൊരു തീയും കണ്ടില്ല, വന്നിട്ട് കുറച്ചായി. കാണുന്ന വിവരമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, എല്ലാരും മനസ്സിലാക്കിക്കോളൂ എന്താണെന്നുള്ളത്. സിജോ എന്ന് പറയുന്ന പ്ലെയർ മൈൻഡ് ഗെയിമിനൊന്നും ജഡ്ജ് ചെയ്യാനുള്ള ക്വാളിറ്റി നിനക്കില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. നീ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. നിനക്കതില്ല. സ്വന്തം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സാധനം എന്നെ കൊണ്ട് വെറുതെ പറയിച്ച ആൾക്കാർക്ക് കളിയാക്കാനുള്ള ഇട്ട് കൊടുക്കരുത്. അതല്ല, എക്സ്ക്യൂസ് മീ, മൈൻഡ് ഗെയിമിനകത്ത് നമ്മുടെ സിജോ ഫാൻ പറഞ്ഞു പിന്നെ കണ്ടസ്റ്റൻസിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത് ഒരാളെ പറ്റി അനാവശ്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ഈ വീക്കിലെ ഫസ്റ്റ് ഡേത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പവർ ഹൗസിലേക്ക് നമ്മളൊരാളും പ്രവോക്ക് ചെയ്യരുത്. നമ്മൾ മൈൻഡ് ഗെയിം വെച്ച് കളിക്കണം. രണ്ടുപേര് ഇറങ്ങി, രണ്ടുപേര് കയറി. നന്ദനെ സായിയാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ ആയിരുന്നു മറ്റേ ഇവർക്കൊരു ഗസ്റ്റ് വരുന്നൊരു ഇതുണ്ടായിരുന്നു, ഒരു ടാസ്ക് കൊടുത്ത് മറ്റേ ബലൂൺ പൊട്ടിക്കുന്ന പരിപാടി. നല്ല കളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഞാൻ നോക്കുമ്പോ ബസർ അടിക്കേണ്ട താമസം അത് നന്ദന നന്നായിട്ട് കളിച്ചു കേട്ടോ. നന്ദന നന്നായിട്ട് കളിച്ചു. ബസർ അടിക്കേണ്ട താമസം ഞാൻ നോക്കുമ്പോ നന്ദനങ്ങ് നീ സമ്മതിച്ചു കൊടുക്കേണ്ടത്. ഗൈസ്, ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ബ്രേക്ക് എടുത്തോട്ടെ. ശരിയാണ്, നന്നായിട്ട് കളിച്ചു. ശരിയാ, നന്ദന നന്നായിട്ട് കളിച്ചായിരുന്നു. അത് ബസറിന്റെ ഒച്ച കേൾക്കുന്നത് നന്ദന ചാടി വീഴുന്നു. ഞങ്ങൾ ആരൊന്നുമില്ല, നന്ദന ഒരാളെ ഫോക്കസ് ചെയ്തു, നേരെ ചെന്നു, ചാടുന്നു, വീഴുന്നു. പക്ഷെ അവിടെ തന്നെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജിൻഡോ വേറൊരു ഗ്രൂപ്പുമായിട്ട്, എനിക്ക് തോന്നുന്നത് അർജുൻ, സിജോ,
അവർ രണ്ടുപേരും ആണോ അതോ അതെ, അർജുൻ, സിജോ, ഗബ്രി. രണ്ട് ഗ്രൂപ്പ് ഒന്നിച്ച് കളിക്കാൻ നോക്കിയാൽ നല്ല വൃത്തിക്ക് ഫ്ലോപ്പായി. അവസാനം ജിൻഡോയുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ജാസ്മിൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ശ്രീതു ഓൾറെഡി നോട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം അതിന്റെ വലിയ ചെറിയ ചെറിയ സൈഡിലെ വഴക്കൊക്കെ ഉണ്ടായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്തായാലും അവർ പ്ലാൻ ചെയ്തു, അവർ ഫ്ലോപ്പായി, അവർ തോറ്റു. പിന്നെ അതിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവിടെ പിന്നെ അധികം സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നൊരു ടാസ്ക് ആയിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു, നമ്മുടെ മറ്റേ സോൾജിയേഴ്സിന്റെ ഒരു ടാസ്ക്. കണ്ടായിരുന്നോ? ഷീൽഡ്. അത് അത്യാവശ്യം അടിപൊളി ടാസ്ക് ആയിരുന്നു. നമ്മുടെ ഗബ്രി അവസാനമായിട്ട് അതും ടീം വൈസ് ഒക്കെ അത്യാവശ്യം നല്ല, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലൊക്കെയാണ് രണ്ട് ടീം വെച്ച് കളിച്ചത്. അതിനകത്ത് ആദ്യമേ തന്നെ നമ്മുടെ സിജോന്റെ ടീം ഇത്തിരി പവർ ടീം, ഇത്തിരി ഒരു സ്ട്രെങ്ത് ഉള്ള ടീം ആയതുകൊണ്ട് തന്നെ പവർ ടീമും മറ്റേ നെസ്റ്റല്ല അമ്മമാരെ പേര്, അതെ, നമ്മുടെ ജാസ്മിനും ജിൻഡോ ഒക്കെ അടങ്ങുന്ന ടീമും അവര് തമ്മിൽ പ്ലാൻ ചെയ്ത് മാർക്കറ്റ് പണിയെടുക്കും. ഫസ്റ്റ് പവർ ടീമിനെ എടുത്ത് കളഞ്ഞു. പവർ ടീമും അകത്ത് വന്ന് മറ്റേ ബാരിക്കേഡിൻ്റെ അകത്ത് വന്ന് ബോംബ് വീണു, ജാസ്മിൻ്റെ ഒക്കെ ടീം ഇറങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അവര് പോയി കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കൂടെ എന്ന് വെച്ചാൽ നോറയുടെയും അഭിഷേകിന്റെയും പിന്നെ ജിൻഡോയുടെയും ജാസ്മിന്റെയും ടീം നേരെ നമ്മുടെ സിജോയുടെയും അർജുൻ. പക്ഷെ അതിലും സിജോ, അർജുൻ, നോറ ഇവര് തമ്മിൽ നോറയുടെ ടീമിന്റെ പ്ലാനിങ് അടിപൊളിയായിരുന്നു. ഋഷി, നോറ, അതായത് ഫ്രണ്ടില് നോറ സംസാരിച്ച് അഗൻസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നോറയ്ക്കാ മറ്റേ ലാലേട്ടൻ വന്ന സമയത്ത് മറ്റേ സംഭവം കൊടുത്തായിരുന്നല്ലോ, എന്തായിരുന്നു ബെസ്റ്റ് സോൾജർ എന്നുള്ള നമ്മുടെ ഹോട്ട്സ്റ്റാറിന്റെ വോട്ടിങ്ങില് നോറയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയ. സോ ലാലേട്ടൻ മറ്റേ നോറയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടിട്ട്, ജനങ്ങൾ കൊടുത്ത വോട്ടാണ്, അയ്യ വെക്കണ്ട, നോറയ്ക്കാണ് ഏറ്റവും നന്നായിട്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചെയ്ത ഋഷിയായിരുന്നു. പക്ഷെ ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോറയ്ക്കായതുകൊണ്ട് തന്നെ ആ ഒരു സാധനം നോറയ്ക്കാണ് കിട്ടിയത്. ഒരു കുഞ്ഞ് മറ്റേ ആ അഞ്ചുപിക്ക് കൊടുത്ത മാതിരി ഒരു ചെറിയ സാധനം. അപ്പൊ ആ സമയത്ത് തന്നെ നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, അത് നല്ല പ്ലാനിങ് ആയിരുന്നു. ഫ്രണ്ടിൽ നോറ അവരോട് എതിർത്ത് സംസാരിച്ചുകൊണ്ട് തന്നെ നോറ എറിയാൻ പോകുന്നത് പോലെ ഓങ്ങാൻ മാത്രം നോറ. ആ സമയത്ത് പുറകിൽ നിന്ന് ഋഷിയാണ് അവരെ എറിഞ്ഞോണ്ടിരുന്നത്. അതിന് വേറെ കാര്യമുണ്ട്, പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല, ഫസ്റ്റ് വാക്കുവാദം, അത് കഴിഞ്ഞിട്ടാണ് എറിയുന്നത്. നോറ അങ്ങനെ അല്ലല്ലോ, നോറയ്ക്ക് മറ്റേ സ്വിച്ച് കൊടുത്ത പോലല്ലേ. നോറ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നോറ നിർത്തൂല. അപ്പൊ നോറ പറയുന്നതിന് അവിടുന്ന് അർജുനും സിജോയും തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്ക് അവർ ഫുൾ ടീം ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരുന്നത്, നോറയോട് സംസാരിക്കാൻ വേണം, ഇത് എതിർക്കുക വേണം. അല്ല, അത് ശരിക്കും പറഞ്ഞാല് ഋഷി എറിഞ്ഞതുകൊണ്ട് മാത്രം, അല്ലാതെ കോൺസെൻട്രേഷൻ ഒന്നും അല്ലായിരുന്നു. ഋഷി എറിഞ്ഞതാണ്, ഭയങ്കര നല്ല പവറായിട്ട് ഋഷി എറിഞ്ഞതാണ്. ഓഫ് കോഴ്സ് ഋഷിയാണ് അവിടെ ഏറ്റവും നന്നായിട്ട് കളിച്ചത്. പക്ഷെ അവർക്കൊരു ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു, അത് അവരുടെ ടീമിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് അവർ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഏറ്റവും എന്നുള്ള പിന്നത്തെ കാര്യം. പക്ഷെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഋഷി ആയിരുന്നു എന്റെ ഏറ്റവും നന്നായിട്ട് കളിച്ചത്. ബട്ട് ജനങ്ങള് ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് നോറയ്ക്കായതുകൊണ്ട് തന്നെ ആ സാധനം നോറയ്ക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു തമാശയായിരുന്നു ജിൻഡോയും നോറയും കൂടെ മറ്റേ കയ്യില് കെട്ട് വെച്ചു. അതെ, അത് പക്ഷെ ജിൻഡോ നൈസായിട്ട് നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ജിൻഡോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസരമല്ലേ ജിൻഡോ ഇടയ്ക്ക് പോയിട്ട് നൈസായിട്ട് പുഷപ്പ് ഒക്കെ എടുക്കുന്നതും പാവമുണ്ട് പുള്ളിക്കാരത്തിനായിട്ട് നല്ല വട്ടാക്കി പിച്ച്. പക്ഷെ ആ പുള്ളിക്കാരത്തിക്ക് പറ്റിയല്ല ഒന്നും ചെയ്യാനായിട്ട്, കാരണം പുള്ളിക്കാരത്തിക്ക് കംഫർട്ട് ആയിരുന്നു മാത്രമേ ഗെയിം മാത്രം. പക്ഷെ ചില നേരത്തെ നോറയുടെ അഭിപ്രായം നമുക്ക് ശരിക്കും തോന്നുന്നു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ചില നേരങ്ങളിൽ ഒട്ടും സീരിയസ് ആക്കേണ്ടാത്ത വിഷയങ്ങളൊക്കെ, അതായത് ഒരാൾ നല്ല മനസ്സിൽ ചെയ്തു തന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അല്ല ഓക്കെ എന്നെ ഇഷ്ടമല്ല എന്ന് സ്വന്തമായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് അത് നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ കീ കൊടുത്ത കണക്കിന് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഓരോ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആര് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റില്ല. പുള്ളിക്കാരത്തെ വിചാരിച്ചത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പുള്ളിക്കാരത്തെ അതിൽ തന്നെ സ്റ്റക്ക് ഓൺ ചെയ്തങ്ങ് നിൽക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു. ഈ തുടക്കത്തിലെ നോറയുടെ അഭിപ്രായങ്ങൾ നല്ലായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ശ്രീതുവിന്റെ ആ ഒരു വീക്കിലായിരുന്നോ ഏതോ ഒരു വീക്കിൽ നോറ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന മെയിൻ സാധനമായിരുന്നു ജയിൽ ടാസ്ക് നോമിനേഷൻ. ആരൊക്കെയാണ് നോമിനേഷൻ വന്നത്? സിജോ, ജിൻഡോ, ഗബ്രി, സിജോ, എനിക്കൊന്ന് അർജുൻ ആയിരുന്നു തോന്നുന്നു. ജയിൽ ടാസ്ക് അർജുനല്ല, അഭിഷേക്. സിജോ, അഭിഷേക്, ജിൻഡോ, ഗബ്രി. സിജോ അഭിഷേകല്ലേ ജയിലിൽ പോയത്? സിജോ, അഭിഷേക് ജയിലിൽ, ജിൻഡോ, ഗബ്രി. അത് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ അവിടെ വോട്ട് ചെയ്തിരുന്നത്, ജാസ്മിൻ അല്ല, അവര് ഒരു സെറ്റ് വോട്ട് ചെയ്തിരുന്നത് സിജോയും ഗബ്രിയും എന്നായിരുന്നു. മറ്റേ സെറ്റ് വോട്ട് ചെയ്തിരുന്നത് നേരെ തിരിച്ചു, സിജോ, അഭിഷേക് എന്നുള്ളത്. അപ്പം നമ്മുടെ റസ്മിൻ ആ സമയത്ത് ജിൻഡോ, ഗബ്രി ഇതാക്കിയ സമയത്ത് അത് ഫൈനലൈസ്ഡ് ആയി. പക്ഷെ അതിൽ ജാസ്മിന് ഭയങ്കര അത്ഭുതം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവൾ, അതായത് റസ്മിൻ ഈയിടെ ആയിട്ട് ലൈക്ക് അവര് ജിൻഡോ അല്ല ഗബ്രി, ജാസ്മിൻ കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള മൂന്നാമത്തെ ആളാണല്ലോ റസ്മിൻ. അപ്പൊ റസ്മിന്റെ ചില സംസാരങ്ങൾ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ ജാസ്മിന് ചില അത്ഭുതങ്ങൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ബട്ട് പേഴ്സണലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്
ജാസ്മിന് ഗബ്രിയുടെ അടുത്ത് നിന്ന് മൂവ് ചെയ്യിക്കാനും ഗബ്രിയുടെ അടുത്തേക്ക് അടുക്കാനും റസ്മിൻ നോക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ അടുത്ത് റസ്മിൻ സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജാസ്മിന്റെ അടുത്താണെങ്കിലും എന്താ പറയാ ഗബ്രിയുടെ അടുത്തിന് പോവരുത്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ആടാന്ന് വെച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് കേൾക്കുമ്പോൾ അവന്റെ നെഗറ്റീവ് പറയുന്ന പോലല്ല, എങ്കിൽ പോലും രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് രണ്ടുപേരെ അകറ്റാൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അയാൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ചില രീതികളും ചില ടോണുകളും ചില സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കേട്ടപ്പം നമ്മൾ 24 കാണുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങനെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിന്റെ കാര്യം. സോ യാ, പിന്നെ എന്തായിരുന്നു, പിന്നെ എവിക്ഷനകത്ത് ഗബ്രി പോയത് തന്നെ നമ്മളൊട്ടും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വെച്ച് ഇവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അൻസിബ പോയെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ശരിക്കും പറഞ്ഞ അൻസിബ പോയി എന്നുള്ളൊരു മോഡായിരുന്നു. അതെ, അൻസിബ പോകുന്ന വിചാരിച്ചു. ഗബ്രി പോകുന്നു ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. ജാസ്മിൻ ഗബ്രി വന്നപ്പോ എന്തായാലും ഗബ്രി പോകുന്നായിരുന്നു. ജാസ്മിൻ ഓർ ഗബ്രി എന്ന് പറഞ്ഞപ്പോ ഗബ്രി പോകുന്ന തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് മാത്രം ഇത്ര സ്പെഷ്യാലിറ്റി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നി. ഒരു സ്പെഷ്യൽ AV അവരെ കാണിക്കുക, അവരെ രണ്ടുപേരെയും തന്നെ കുറച്ചു നേരം പോയി ഇരുന്ന് ഈ കോംബോ ഇങ്ങനെ ഇട്ട് തന്നെ ശരിക്കും എന്തിനാ അതിങ്ങനെ പോകാൻ വേണ്ടിട്ടാ. അതായത് ഋഷി അൻസിബ പോയ സമയത്ത് ജാസ്മിന്റെ ഒരു സാധനമൊക്കെ പറയുമ്പോ എല്ലാം പറയണല്ലോ. ജാസ്മിൻ ഗബ്രി പോയ പോയിന്റില് ജാസ്മിന് സങ്കടമുണ്ട് ഗബ്രി പോയതിൽ, പക്ഷെ ജാസ്മിനെ കാണിച്ചത്ര സങ്കടം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ബിക്കോസ് ജാസ്മിൻ ഇപ്പം ഞാൻ പുറത്തു പോയാലും കുഴപ്പമില്ലടാ നീ കളിച്ച് ജയിച്ചോ എന്ന് പറയുന്ന ഒരു ഇതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് ഗെയിം തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ട്രൂ ലബ്ബാ ചേച്ചി, ട്രൂ ലബ്ബ്. ചേച്ചിയുടെ ഭയങ്കര ട്രൂ ലബ്ബാ. ചേച്ചിക്ക് അത് ക്ലാരിറ്റി ഇപ്പൊ കിട്ടിയായിരുന്നു കേട്ടോ. ചേച്ചി ഇപ്പൊ ക്ലാരിറ്റി കിട്ടിയിട്ട് പറഞ്ഞാൽ നേരത്തെ ഞാനൊരു 100 വട്ടം പറഞ്ഞു ആ വിഷയത്തിലേക്ക് പോവാതെ. അത് ചർച്ച ചെയ്യാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. കേട്ട് 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 ആൾക്കാർ തഴമ്പിച്ചിരിക്കുക. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട. കേട്ട് തഴമ്പിച്ചു, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടുള്ളൊരു ഇതിന്റെ പുറത്താണ് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത്. കാരണം നമ്മളെല്ലാരും കണ്ടോണ്ടിരിക്കുന്ന സാധനമാണല്ലോ. ഇനിയിപ്പോ ചേച്ചി ഗബ്രി ചേട്ടന് വേണ്ടിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. പക്ഷേ കണക്ക് ആ ചാരത്തിൽ നിന്നും പൊങ്ങി വരുന്നത് നോക്കി ഇരിക്കാം നമുക്ക് എല്ലാവർക്കും. അതിനുള്ള മറുപടി കമന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. എനിക്ക് വയ്യ. എല്ലാവരും കമന്റ് ആയിട്ട് തരണം കേട്ടോ പ്ലീസ്. ചേച്ചിയുടെ ആ ഒരു ഗെയിമിംഗ് പ്ലാനിന്റെ തന്ത്രപരമായ ഒരു ഗെയിമിങ് നിങ്ങളെല്ലാവരും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം ഗൈസ് പ്ലീസ്. കാരണം ഞാൻ പലയിടത്തും നോക്കിയിട്ട് എനിക്ക് ഗെയിം പ്ലാൻ മനസ്സിലാവുന്നില്ല. അതിന് ബുദ്ധി വേണം. അതെ 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 ശരിയാ. അത് നിനക്കില്ല. അത് എന്താ ജബ്രി ഫാൻസിന് ഒരുപാട് ആ ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെ. ജബ്രി ഫാൻ എന്റെ പൊന്നു സഹോദര, അയ്യോ സോറി, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഫാൻ അല്ല. ശരിക്കും പറഞ്ഞാൽ സിജോയുടെ ആർമി ബേസിലുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ബിഗ് ബോസിൽ ഇന്നൊരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിജോ. പക്ഷേ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പക്ഷെ ജാസ്മിന്റെ ഫാനല്ല. എക്സ്ക്യൂസ് മീ, മമ്മൂട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ ഇഷ്ടമല്ലെന്നാണോ? അങ്ങനെയല്ല, അതല്ല, അതുപോലെ അല്ലല്ലോ ഇത്. കപ്പ് എടുക്കാനുള്ള യോഗ്യതയും അർഹതയും അവിടെ സിജോയ്ക്ക് മാത്രമാണെന്നാണ് ഞാൻ. അപ്പൊ എന്തുകൊണ്ട് ജാസ്മിന് യോഗ്യതയില്ല? ജാസ്മിൻ ഉപയോഗിച്ച സ്ട്രാറ്റജി തെറ്റായിരുന്നു. ആ സ്ട്രാറ്റജി യൂസ് ചെയ്ത് അങ്ങോട്ട് കയറാൻ പാടില്ലായിരുന്നു. ആ സ്ട്രാറ്റജി ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ജാസ്മിൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി ഇവിടെ ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു സ്ട്രാറ്റജിയുടെ ബേസിസിൽ ഒരാളെ അങ്ങ് ഇടിച്ച് താത്തരുത്. നമ്മൾ ഇടിച്ച് ഒരു പരിധി ഉണ്ട്. നമ്മളെ ഇടിച്ച് താത്തും. കാരണം ഇത് കാണുന്ന ഒരുപാട് പേര് ഇടിച്ച് താത്തു. ഇമോഷണൽ പ്രശ്നം വന്നാ മൂക്കട്ടെ വലിപ്പിച്ച് സൈഡിൽ വന്നിരിക്കുന്ന ചെറുക്കന് ഇമോഷണലി നമുക്ക് സത്യസന്ധമായിട്ട് പറയാലോ. ജാസ്മിന്റെ ഒക്കെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിന്റെ ഒന്നും പകുതി ഇവനൊന്നുമില്ല. എന്നിട്ടാണ് നീയൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. ജാസ്മിന്റെ മെന്റൽ സ്ട്രെങ്ത്തിന്റെ പകുതി ഇതൊന്നും എനിക്ക് തരാത്തതിന് സന്തോഷം. കാരണം അതിന്റെ കൂട്ടത്തിൽ മറ്റേ സ്വഭാവം കൂടെ കിട്ടിയിരുന്നുണ്ടല്ലോ. എന്തുവാണ് ഈ മറ്റേ സ്വഭാവം? ഒരുപാട് അങ്ങോട്ട് ഒരാളെ താഴ്ത്തി പറയരുത്. എന്താ ജാസ്മിൻ ഈ മെന്റൽ സ്ട്രെങ്ത്തിന് അതെ ഒന്നാമത്തെ കാര്യം എല്ലാം തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. ആ ചെയ്ത ജാസ്മിന്റെ തെറ്റും പറഞ്ഞിട്ടുണ്ട്, ശരിയും പറഞ്ഞിട്ടുണ്ട്. നല്ല ഗെയിമറാണ്. ആ ചെയ്ത തെറ്റ് തിരിച്ചറിയാനോ അത് തിരിച്ച് പറയാനോ അത് ശരി. ഇപ്പൊ ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു. ഇറങ്ങാൻ നേരത്ത് നമുക്കത് കാണാം. ഇറങ്ങാൻ നേരത്തെങ്ങാനും അത് പറഞ്ഞ് ഞാൻ എന്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. അല്ല എന്റെ ഗെയിം എന്ത് ഫ്രണ്ടാണെന്നോ? ഗബ്രി എന്താ പറഞ്ഞെന്ന് കേട്ടില്ലായിരുന്നു. അല്ലല്ല, അത് അവനിടയ്ക്ക് വെച്ചും പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അവൾക്ക് അത് ഷോക്കായിരുന്നല്ലോ. പക്ഷേ ഇവള് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ കാച്ചി ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ, എന്താണ് ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് കെട്ടിപ്പിടിച്ച് എന്താണ്
ഇഷ്ടമുണ്ടല്ലോ അത് പറയാനുള്ളൊരു മറ്റേ കപ്പക്കോലിലെങ്കിലും കട്ടിയുള്ള ഒരു തണ്ടല് വേണം. അല്ലാതെ ഒരുപാട് മൈൻഡ് സ്ട്രെങ്ത്, ഒരുപാട് മറ്റേ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. ഒരു ചെയ്യുന്ന കാര്യത്തിന് ജെന്യൂനിറ്റി വേണം. അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിന് അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതിനെ മാത്രം എന്താ പറയണത്? അത് കാരണം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല മാത്രമല്ല കേരളത്തിലുള്ള ബാക്കിയുള്ള ജനങ്ങളും മണ്ടന്മാരാണെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ പൊട്ടന്മാരാക്കാനായിട്ട് പേഴ്സണൽ അല്ല, തെറ്റ് ചെയ്യുന്നതിനല്ല പ്രശ്നം. തെറ്റ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. തെറ്റ് സമ്മതിക്കാനാണ്. അല്ലെങ്കിൽ അത് എവിടെ സമ്മതിച്ച് അവൾക്ക് അവനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. എപ്പോ സമ്മതിച്ചു? ഈ ഒരു നിമിഷം വരെ അതിന് പറഞ്ഞിട്ടില്ല. ഈ ഒരു നിമിഷം വരെ പിന്നെ അത് സമ്മതിച്ച് അങ്ങനെ ഒരു സമ്മതമാണെങ്കിൽ അത് നേരത്തെ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അത് പറയുന്ന എവിടെ തൊടാത്ത പറച്ചിലുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. അത് ശരി, ഇനിയിപ്പോൾ അത് ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ ഞാൻ സമ്മതിച്ച്. കാരണം അത് ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും അറിയത്തുള്ളൂ. കാരണം ഇനി അവൾക്ക് ഇനി അത് സമ്മതിച്ച് എന്താ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗെയിം സ്ട്രാറ്റജി ആണെന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾക്ക് അവൻ മീൻസ് ഗബ്രിയുടെ ഒരു ഫാൻ ബേസിൽ നിന്നുള്ളൊരു ചെറിയ ശതമാനം വോട്ടെങ്കിലും അവൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് അത് പോകേണ്ടി വരും. ചിലപ്പോൾ അവളത് കീപ്പപ്പ് ചെയ്യാനായിരിക്കാം. പോട്ടെ, ഇനി ഇറങ്ങിയിട്ട് അവൾ സത്യം പറഞ്ഞിട്ട് എന്നാലും കുഴപ്പമില്ല. അത് അവളുടെ ഗെയിമല്ലേ, പെർഫെക്റ്റ്, കുഴപ്പമില്ല. പക്ഷെ കളിച്ച് നാറി കളിയാന്ന് ഞാൻ പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. സിജോ ഒക്കെ കളിക്കുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നത്. സിജോ നന്നായിട്ട് കളിക്കുന്നത്. സിജോയുടെ കളിക്ക് ഒരു പ്രശ്നമില്ല. സിജോയുടെ കളിക്ക് നല്ല കളി കളിക്കുന്നത്. പക്ഷേ ഇമാതിരി നാരേ കളിക്ക് അവർ കളിക്കുന്നുണ്ട്. എന്നിട്ട് അത് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞാൽ അതുപോലെ കളിക്കാത്ത കുറേ പേരുണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും അത്ര മെന്റൽ സ്ട്രെങ്ത് ഒന്നും ഉണ്ടാകത്തില്ല. മെന്റൽ സ്ട്രെങ്തിനെ കാട്ടും വലിയ ചരിത്രം അവിടെ കാണിച്ചിട്ട് അതിന് മെന്റൽ സ്ട്രെങ്ത്. സിജോ ഒരു തെറ്റും കാണിച്ചത് ഞാൻ പറഞ്ഞല്ലോ. സിജോ നല്ല ഗെയിം പറയാം. സിജോ നന്നായിട്ട് തന്നെ കളിച്ചോണ്ടിരിക്കുന്നത്. വേറെ ആർക്കും എനിക്ക് കുടപിടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞ ഓക്കെ. നമുക്കങ്ങനെ അന്തം കമ്മി ഫാൻസ് ഒന്നും ആവാൻ പറ്റത്തില്ല. ഇമാതിരി മെന്റൽ സ്ട്രെങ്ത് വെച്ചുകൊണ്ട് നമുക്കത് മെന്റൽ സ്ട്രെങ്ത് എന്നുള്ളത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മെന്റൽ സ്ട്രെങ്ത് ഉള്ള അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ മെന്റൽ സ്ട്രെങ്ത് ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പലർക്കും പല ടൈമിങ്സ്. നമുക്കൊരു സാധനം ഒരു മെന്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് അത് കരഞ്ഞാലായിരിക്കും ചിലപ്പോൾ അത് തീരുക. ചിലപ്പോ ഒരു നിമിഷം ചിലപ്പോൾ അയാളെ പൊട്ടിക്കരഞ്ഞാൽ അയാൾ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികൾക്ക് വികാരമില്ലെന്നല്ല അർത്ഥം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് അതിനുള്ള സമയം അംഗീകരിക്കാൻ പറ്റില്ല. അത് പിന്നെ താങ്കളുടെ അടുത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. സമ്മതിച്ചു, ടൈം പീരീഡ് എടുക്കും. പ്രശ്നം തീർന്നില്ലേ? ഇയാൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പൊക്കി പിടിച്ചോ. തനിക്കൊന്നും ഇഷ്ടമല്ലെങ്കിൽ തഴയടോ. എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ? ആകെ പറയാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രിയുടെ കൂടെ അവിടെ കിടന്ന് പൂണ്ട് വിളയാടി. ഇത് പറഞ്ഞു ഗബ്രി ഔട്ടായി. എന്നിട്ട് നിർത്താൻ വേറെ സാധനമുണ്ട്, അത് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞോണ്ടിരിക്കണം. വേറെ എന്ത് പറയാൻ? ബിഗ് ബോസ് ബിഗ് ബോസ് എടുത്ത് അല്ല, അത് അവരുടെ കുറ്റമല്ലെന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, അവരല്ലേ കാണിക്കുന്നത്. അപ്പല്ലേ അവളെ പറയാം, അയ്യോ ഇങ്ങനെ അനങ്ങല്ലേ, ഇങ്ങനെ ഒരു മെസ്സേജ് പോവല്ലേ, അയ്യോ ദൈവമേ. ഓക്കെ പ്ലീസ് അതൊന്ന് വീട്. എനിക്ക് സംസാരിച്ച് മടുത്തത് ജാസ്മിൻ ഗബ്രി വിഷയം. സത്യം, അത് കണ്ടത്. അത് നമ്മൾ തൊടുമ്പോ തന്നെ നമുക്ക് അത് വിട്ട് അറപ്പ് വിട്ട്. സോ അപ്പൊ അത്രയൊക്കെയാണ് നടന്നത്. ഇപ്പൊ നമ്മളിത് പറഞ്ഞു വേറെ എന്തൊക്കെയാ. വേറെ കാര്യമുണ്ട്. നമ്മുടെ ഋഷി ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്കും ആക്ച്വലി ജാസ്മിനെ ഫേവർ ചെയ്യുന്ന ഒരു മോഡല്ലത്. പിന്നെ അൻസിബയും ജാസ്മിനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അൻസിബയ്ക്ക് നല്ല വ്യത്യാസം വന്നു. കാരണം ജനങ്ങളുടെ റെസ്പോൺസ്, അത് അൻസിബ തന്നെ പോകുന്നുള്ള ഒരു മൈൻഡിലാണ് ഇരുന്നത്. പക്ഷെ ഗബ്രി പോയ സമയത്ത് ആൾക്കാരുടെ പൾസ് കുറച്ച് ലൈക്ക് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു സാധനം അൻസിബയ്ക്ക് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. അൻസിബ കുറച്ചുകൂടെ ഗെയിം പ്ലാൻ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചുകൂടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ പവർ റൂമിൽ നിന്നിട്ട് ആരോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് റസ്മിനുമായിട്ടാണെന്ന് തോന്നുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു ഗെയിം പ്ലാൻ ആയിരുന്നു. അതായത് ശ്രീരേഖ ചേച്ചി അത് പറയണല്ലോ, പുള്ളിക്കാരത്തി നല്ലൊരു എന്റർടൈനറാണ്. പുള്ളിക്കാരത്തി മാത്രമേ ഉള്ളൂ അവിടെ എന്തെങ്കിലും ഒരു സമയം പോക്കിന് പുള്ളിക്കാരത്തി മാത്രമേ ഉള്ളൂ. യെസ് ഓഫ് കോഴ്സ് പുള്ളിക്കാരത്തി ചില സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ഇറക്കുന്നതായിട്ടൊക്കെ അൻസിബ പറയുന്നുണ്ട്. ചില കഥകൾ വളച്ചൊടിച്ച് അപ്പുറം പോകുന്നതായിട്ട് പറയുന്നുണ്ട്. അതിലൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. എങ്കിലും പുള്ളിക്കാരത്തിക്ക് ഒരു നിലവാരമുണ്ട്. അത്ര അങ്ങ് താന്ന് കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. പക്ഷെ അൻസിബ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ പറ്റി ചിന്തിക്കാനോ അവരെങ്ങനെയാണ് കളിക്കാൻ സാധ്യത
ഈ മോഡൊക്കെ അൻസിബ ചിന്തിക്കാൻ എടുക്കാൻ ഇപ്പോഴാണ് അൻസിബ ഒരു പ്ലെയർ ആയിട്ട് ഈ വീക്കിലാണ് കയറിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മാറ്റം. കുറച്ചൊരു ആക്റ്റീവ്നെസ് വന്നത് ഇപ്പൊ ഈ ഒരു വീക്കിലാണ്. മെന്റലി കുറച്ച് ആക്റ്റീവ് ആയത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ പുള്ളിക്കാരത്തിന്റെ ഡ്യൂട്ടി ബാക്കി കാര്യങ്ങൾ ഋഷിയോട് മാത്രമുള്ള സംസാരം എല്ലാവരോടും സംസാരിക്കും, പക്ഷെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് കുറച്ചുപേരോട് മാത്രം സംസാരിച്ച് ഒതുങ്ങുന്ന ടൈപ്പായിരുന്നു. അപ്പം അത് നല്ലൊരു മാറ്റമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വഴിയെ കണ്ടറിയാം അല്ലേ. അതെ, അടുത്ത ഇനിയിപ്പോ അടുത്ത വീക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇപ്പൊ വീക്കിലൊന്നല്ല, ഇനി ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ഈ ഒരു വീക്ക് വൈസ് വരുമ്പോഴേക്കും ഇനിയിപ്പോ കുറച്ച് നാളും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വീഡിയോ ചെയ്ത് ഒരു രീതിയിൽ കൊളാഷ് ചെയ്ത് ഞങ്ങളൊരു വീഡിയോ ഇറക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോരോ ദിവസങ്ങളായിട്ട് ഓരോ വീക്കിലൊരു 3-4 ഒക്കെ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം. സോ അപ്പൊ ഈ ഒരു വീക്കിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം അടുത്ത വീക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം മറ്റേ ഹോട്ടലിലേക്ക് നമ്മുടെ സാബുമോൻ വരുന്നുണ്ട്, ശ്വേതാമേനോണ്ടും പറയുന്നു. നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ വൻപൊളിയായിരിക്കും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളെന്ന്. സോ അതുവരെ ബൈ ബൈ.